നമസ്കാരം, എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയ കൃത്യംഗത്തിൻ്റെ കണക്കുകളാണ്. കൃത്യംഗത്തിനകത്തെ 5 ടൈപ്പിലെ കണക്കുകൾ നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ നമുക്ക് നേരെ 6ാമത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പെട്ടെന്ന് തീർക്കുകയാണ്. 2 കണക്കേ ഞാൻ ചെയ്യൂ, ബാക്കി ഞാനൊരു 3 കണക്ക് നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ ചെയ്ത് കാണിക്കണം. ഒന്ന് നോക്കിക്കോ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇത്രയേ ഉള്ളൂ. 2h വില 128 ആയാൽ 2h+3 വില എത്ര? ടൈപ്പ് 5 കണക്കിൽ നമ്മൾ ഇതുപോലെയൊക്കെയാണ് ചെയ്തത്. അതിങ്ങനെയായിരുന്നു ചോദ്യം. 2h വില 128 ആണെങ്കിൽ h എത്ര എന്ന് ചോദിക്കും. അതിന് നമ്മളിങ്ങനെ 128 ഘടകങ്ങളാക്കിയിട്ട് h കാണുന്ന രീതിയുണ്ട്. ആരെങ്കിലും ഈ ടൈപ്പ് 5 കണക്ക് കണ്ടില്ലെങ്കിൽ അത് കാണണം. അത് കണ്ടിട്ടേ ഇതിലേക്ക് വരാവൂ. ഇനി ഈ കണക്കിലേക്ക് വന്നാൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ മക്കളെ ഇത്രയേ ഉള്ളൂ. 2h വില 128 ആണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ആ ടൈപ്പ് 5 പഠിച്ചതുപോലെ നമുക്ക് ആദ്യം h വില കണ്ടുപിടിക്കാം. 128 2 ഘടകങ്ങളാക്കിയിട്ട് h വില കണ്ടുപിടിക്കാം. എന്നിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. എന്നാൽ ഞാൻ അതാ പറയുന്നത്. അല്ലാതെ എങ്ങനെ ചെയ്യാം? അത്രയൊന്നും h കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ h വില എടുത്ത് ഇവിടെ കൊടുത്തിട്ട് അങ്ങനൊന്നും ചെയ്യണ്ട. നമ്മളിതാ ഇങ്ങനെ ചെയ്യും. ഒന്ന് നോക്കിയേ, നമുക്ക് എന്തുവാ വേണ്ടേ? നമുക്ക് വേണ്ടത് 2h+3 എത്ര എന്നല്ലേ വേണ്ടേ? ഇതാണ് വേണ്ടേ. അതിന് 2h നമുക്ക് തരുന്നുണ്ട് ഉണ്ടേ. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു റൂള് പറയാം. നിങ്ങൾ ആ റൂള് നിങ്ങൾക്ക് ഉറപ്പാണോ എന്നൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന റൂള് തന്നെയാണ്. നിങ്ങൾ പഠിച്ച ആദ്യത്തെ റൂള്, ആ റൂൾ ഇങ്ങനെയല്ലായിരുന്നു. a/m × a/n = a/m+n എന്നൊരു റൂള് നിങ്ങൾക്ക് അറിയാം. അതല്ലേ നമ്മുടെ ആദ്യത്തെ റൂള്. കൃത്യംഗത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ച നമ്മുടെ റൂൾ ഇതില്ലായിരുന്നു. അതിന്റെ പ്രോഡക്റ്റ് റൂള് a/m × a/n = a/m+n. ഒറ്റ കാര്യം ഞാൻ പറയൂ, ഈ റൂള് നിങ്ങൾ അങ്ങോട്ട് പറയുമ്പം അതുപോലെ തിരിച്ചും പറയണം. എന്ന് വെച്ചാൽ a/m × a/n = a/m+n ആണെങ്കിൽ തിരിച്ച് നിങ്ങൾ എങ്ങനെ പറയണം? a/m+n എന്ന് പറഞ്ഞാൽ a/m × a/n ആണ് എന്ന് പറയണം. പറയാവേ? പറയും, തിരിച്ചു പറയും. അങ്ങോട്ട് പറഞ്ഞ പോലെ ഇങ്ങോട്ടും പറയും. എന്നാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കും, നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് പറയണം. മക്കളെ ഇതൊന്ന് പറഞ്ഞേ. 5h+y എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ വേണമെങ്കിൽ 5h × 5y എന്ന് എഴുതാം. എഴുതിക്കൂടെ? തിരിച്ചൊന്ന് പറഞ്ഞ് 5h × 5y അല്ലേ 5h+y ഈ റൂൾ അനുസരിച്ച്. തിരിച്ചു പറഞ്ഞ 5h+y എന്ന് പറഞ്ഞാൽ 5h × 5y ആണേ? ആണ്. എന്നാൽ മക്കളെ ഒന്ന് പറഞ്ഞേ, 2m+1 എന്ന് പറഞ്ഞാൽ 2m × 2m അല്ലേ? ആണല്ലോ. 2m × 2m അല്ലേ 2m+1. തിരിച്ചു പറഞ്ഞ 2m+1 എന്ന് പറഞ്ഞാൽ 2m × 2m ആണല്ലേ? മക്കളെ ഇത്രയേ ഉള്ളു. മുകളിലായി പ്ലസ് ഇങ്ങനെ വന്ന m+n h+y m+ എന്നൊക്കെ വന്നാൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. റൂളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് എഴുതാമല്ലോ. എന്നാ ഒന്ന് പറഞ്ഞേ, നമുക്ക് എന്തുവാ വേണ്ടേ? ഇതാ വേണ്ടേ. ഒന്ന് നോക്കിയേ, നമുക്ക് വേണ്ടത് 2h+3 അല്ലേ നമുക്ക് വേണ്ടേ? കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞ് 2h+3 വേണം. എന്നാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, 2h+3 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതാം. 2h × 2h3 ആണ് 2h+3 എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതിയാലേ ഒന്ന് നോക്കിയേ വളരെ 2h എന്ന് പറഞ്ഞാൽ ഇവിടെ 2h ഉണ്ട്. അതാ തന്നെ. 2h വില എത്ര? 128 അടുത്ത എന്താ 2h3 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 2h3 2 × 2 × 2 8 എന്ന് എഴുതാം. അല്ലെങ്കിൽ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എന്നങ്ങ് ഇട്ടാൽ മതി. നമുക്ക് ഗുണിക്കാൻ എളുപ്പം അതാ. എന്നാൽ ഞാൻ അങ്ങനെ ഗുണിക്കുക. ഒന്ന് ഗുണിച്ച് പറയാം. 128 കൊണ്ട് 2 ഗുണിച്ചപ്പോൾ 256. 256 കൊണ്ട് 2 ഗുണിച്ചപ്പം 512 കിട്ടും. 512 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1024 എന്ന് കിട്ടും. ഇതായിരിക്കും മക്കളെ ഉത്തരം. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ 128 കൊണ്ട് 2ന്റെ ക്യൂബ് 8 അങ്ങോട്ട് ഗുണിച്ച് നോക്കിയാൽ മതി. അതൊന്ന് എഴുതി ഗുണിച്ചാൽ 128 കൊണ്ട് 8 ഗുണിച്ചാൽ ആൻസർ എത്ര കിട്ടും? 1024 കിട്ടും. എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഒന്ന് ക്ലിയർ ആയോ? 2 മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 എഴുതാം. ഏതുപോലെ m ഇൻറ്റു m പ്ലസ് n എന്ന് പറയുന്ന പോലെ തിരിച്ച് m പ്ലസ് n m ഇൻറ്റു n എന്ന് പറയാം. അതുപോലെ 2 മാറ്റി നമ്മൾ എങ്ങനെ എഴുതി? 2 ഇൻറ്റു 2 എഴുതി. പിന്നെ ആ 2 വില അങ്ങോട്ട് ഇട്ട് 2ന്റെ ക്യൂബ് അങ്ങോട്ട് ഇട്ട് എല്ലാവിടെ ഗുണിച്ചാൽ തീർന്നു. ക്ലിയർ ആയേ? ഉറപ്പിക്കാം. എന്നാൽ ഒരു കണക്കൂടെ ഞാൻ ചെയ്തു തരാം. ഓക്കെ, ചെയ്ത് നമ്മൾ ഈ ടൈപ്പ് അങ്ങ് തീർക്കുക. 5h വില 3125 ആയാൽ 5h-1 എത്ര എന്നല്ലേ ചോദിച്ചേ? മക്കളതാ ഇത്രയേ ഉള്ളൂ. 5h വില 3125 ആണ്. എന്നാൽ കണ്ടുപിടിക്കേണ്ടത് 5h-1 എന്ന് വെച്ചാൽ മുകളിൽ മൈനസ് അല്ലേ? നേരത്തെ മുകളിൽ പ്ലസ് അല്ലായിരുന്നു. മുകളിൽ പ്ലസ് ആയപ്പോൾ നമ്മൾ m ഇൻറ്റു n അല്ലേ പഠിച്ചേ? ഇത്രയേ ഉള്ളൂ. റൂൾ ഒന്നുകൂടെ ഒന്ന് മാറ്റി പഠിക്കണം. പ്ലസ് ആണെങ്കിൽ m ഇൻറ്റു n എന്ന് പറയാം. എന്നാൽ മൈനസ് ആണെങ്കിൽ നിങ്ങൾ പറയേണ്ട രണ്ടാമത്തെ റൂൾ ഇതാ, m/n എന്ന് പറഞ്ഞാൽ എന്താ? m-n. ഈ റൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിവിഷൻ റൂള്. റൂൾ എന്തായിരുന്നു? m/n m-n. അത് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞേ, തിരിച്ചു പറഞ്ഞ m-n എന്ന് പറഞ്ഞാൽ മുകളിൽ മൈനസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? m/n എന്ന് എഴുതാം. ഓക്കെ ആണേ? എന്നാ ഒന്ന് പറഞ്ഞ മക്കൾ അത് ഇങ്ങനെ എഴുതിക്കൂടെ? 5h-y എന്ന് പറഞ്ഞ 5h ഡിവൈഡഡ് ബൈ 5y എന്ന് പറയാം. എന്നാ 2m-2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2m ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. മൈനസ് ആണെങ്കിൽ നമ്മൾ ഡിവിഷൻ കൊടുക്കും. ദാ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിവിഷൻ കൊടുക്കും. പ്ലസ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റുവും കൊടുക്കും. അങ്ങനല്ലേ എഴുതിയേ? എന്നാ കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞ് നമുക്ക് എന്തോ വേണ്ടേ? 5h-1 അല്ലേ വേണ്ടേ? എന്നാ എങ്ങനെ പറയും? 5h-1 എന്ന് പറഞ്ഞാൽ 5h ഡിവൈഡഡ് ബൈ 5:1 ആണ് 5h-1 ആണേ. എങ്ങനെ? 5h-1 എന്ന് പറഞ്ഞാൽ 5h ഡിവൈഡഡ് ബൈ 5:1. ഓക്കെ ആണ്. എന്നാൽ അത് കിട്ടാൻ വേണ്ടി 5h-1 കിട്ടാൻ വേണ്ടി നമ്മൾ വില കൊടുക്കുമ്പോൾ മുകളിൽ 5h. ദാ 5h വില എത്ര? 3125 ബൈ താഴെ 5:1 എന്ന് പറഞ്ഞാൽ 5 കിട്ടി. 3125 കൊണ്ട് 5 ഹരിച്ചാൽ മതി. ഹരിച്ചങ്ങ് പറയാം. 3125 ബൈ 5 എത്ര? പറഞ്ഞേ. 31-നകത്ത് 5 6 തവണ. 6 × 5 30 പോയി കഴിഞ്ഞാൽ ബാക്കി 1, 2 താഴേക്ക് 12. 12-നകത്ത് 5 2 തവണ. 2 5 10 പോയി കഴിഞ്ഞാൽ ബാക്കി 2. 5 താഴേക്ക് വന്ന് 25-നകത്ത് 5 5 തവണ. 5 × 5 25 0. സോ ആൻസർ ഇസ് ഈക്വൽ ടു 625 ഹരിച്ചപ്പോൾ കിട്ടിയേ ഇത്രയേ ഉള്ളു. 625 ഉത്തരം. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളു. മുകളിൽ മൈനസ് ആണെങ്കിൽ നമുക്ക് ഈ ഡിവിഷൻ കൊടുത്തെഴുതണം. മുകളിൽ പ്ലസ് ആണെങ്കിൽ നമുക്ക് ഇൻറ്റു കൊടുത്തെടുക്കണം. ഈ 2 കണക്ക് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണുക, ഒന്നുകൂടെ കണ്ടങ്ങ് പഠിക്ക്, ഇതങ്ങ് തീർക്ക്. ഇത്രയേ ഉള്ളു. ഒരു 3 കണക്ക് ഞാനങ്ങ് തരും, അത് ചെയ്ത് ഇതങ്ങ് തീർക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തതാണ്ടേ ഈ 3 ചോദ്യം. ഇതാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട 3 ചോദ്യങ്ങൾ. 3h വില 81 ആയാൽ 3h+2 എത്ര? അറിയാമല്ലേ? ഇവിടെ h+2 ആകുമ്പം m+n, m ഇൻറ്റു n എന്ന് പറയുന്ന പോലെ പ്ലസ് ആകുമ്പം ഇൻറ്റു കൊടുക്കണം. 3h ഇൻറ്റു 3h2. 3h ഇവിടെ ഉണ്ട്. അറിയാമല്ലേ? ചെയ്തങ്ങ് നോക്കണം. കഴിഞ്ഞ കണക്ക് പോലെ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റേ നോക്കിയാൽ മതി. ഇത് 2h 256 ആയ 2h-2 എത്ര? അവിടെ മൈനസ്. ഇത് 5h 125 ആയ 5h+3 എത്ര? അവിടെ പ്ലസ്. ഒന്ന് ചെയ്ത് നോക്കിക്കോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒന്ന് ചെയ്തങ്ങ് ഉറപ്പിച്ചോ. ആ 2 കണക്ക് ചെയ്ത് പഠിച്ചിട്ട് ഈ 3 കണക്കൂടെ ചെയ്ത് തീർത്താൽ ഇതങ്ങ് തീരും. ഇതിൽ നിന്ന് ലാസ്റ്റ് ഒരു എക്സാമിനകത്തും കഴിഞ്ഞ ആഴ്ച നടത്തിയ 10th പ്രിലിംസിൻ്റെ എക്സാമിനകത്തും ഇതിൽ നിന്നൊരു കണക്ക് ചോദിച്ചായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ചെയ്ത് പെട്ടെന്ന് നിർത്തിക്കോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു.